ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് 5-in-1 ടോട്ട് കേക്ക് അല്ലെങ്കിൽ ഡ്രീം കേക്കാണ്. ഒരു പെർഫെക്റ്റ് ടേസ്റ്റി റെസിപ്പിയാണ്. എസ്പെഷ്യലി ഇതിൻ്റെ സ്പഞ്ച് എല്ലാ ലെയറിലും ചോക്ലേറ്റ് ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു കേക്കാണിത്. സോ ചോക്ലേറ്റ് ലവേഴ്സിൻ്റെ ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ കേക്കിന് വേണ്ടി ഒരു 250 ഗ്രാം സ്പഞ്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടി ഞാൻ ഡാർക്ക് കോമ്പൗണ്ടും എടുത്തിട്ടുണ്ട്, ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. നമ്മളുടെ അക്കോർഡിംഗ് ടു അവർ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്കിതിൽ ഏത് വേണമെന്ന് വെച്ചെടുക്കാം. സെയിം റേഷ്യോ തന്നെയാണ്. ഡാർക്ക് കോമ്പൗണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് വളരെ കോസ്റ്റ്ലിയാണ്. 1 kg ഡാർക്ക് ചോക്ലേറ്റിൻ്റെ പകുതിയിൽ താഴെ റേറ്റ് മാത്രമേ ഡാർക്ക് കോമ്പൗണ്ടിന് വരത്തുള്ളൂ. എന്ന് വെച്ച് ടേസ്റ്റിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല. രണ്ട് കേക്കും നല്ല സൂപ്പർ ടേസ്റ്റി കേക്കാണ്. നമ്മുടെ കസ്റ്റമൈസിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ഫുൾ ചോക്ലേറ്റ് വേണമെന്ന് പറയുന്നവർക്ക് നമുക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്യാം. നല്ല റേറ്റിൽ കുറച്ച് കുറവ് വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ 250 ഗ്രാമിന് വേണ്ടിയിട്ടുള്ള റേഷ്യോസാണ് എടുക്കേണ്ടത്. 500 ഗ്രാം ആണെങ്കിൽ ഇതിൻ്റെ ഡബിൾ ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഇത് രണ്ടും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഡബിൾ ബോയിൽ മെത്തേഡ് അല്ലെങ്കിൽ ഓവനിൽ വെച്ച് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചോക്ലേറ്റ് ആണ് ഈ മെൽറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഡാർക്ക് കോമ്പൗണ്ടാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് 65 ഗ്രാം ഫ്ലൈയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നമുക്ക് നന്നായി സീവ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്കൊരു 50 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് വേണ്ടത്. ഒരു 15 മിനിറ്റ് മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുക. അതിലേക്ക് 15 ഗ്രാം കാസ്റ്റർ ഷുഗർ, ഇവിടെ ഇപ്പോൾ ഞാൻ ഗ്രാനുലേറ്റഡ് ഷുഗറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് ലൈറ്റ് ആൻഡ് ഫ്ലഫി ആകുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് നല്ലതുപോലെ ഫ്ലഫി ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 65 ml മിൽക്ക് ആഡ് ചെയ്യാം. നോർമൽ ടെമ്പറേച്ചറിലുള്ള മിൽക്കാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കേർഡ് ഫോം കിട്ടും. അത് കുഴപ്പമില്ല. നമ്മൾ ഫ്ലോർ ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് കറക്റ്റ് കൺസിസ്റ്റൻസി ആയി കിട്ടിക്കോളും. നെക്സ്റ്റ് നമ്മൾക്ക് ഇതിലേക്കൊരു 100 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് എടുക്കണം. നെക്സ്റ്റ് ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് കോമ്പൗണ്ടോ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലിപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് ചോക്ലേറ്റ് ആണ്. വിസ്കോ സ്പാച്ചുല വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് ഈ മിക്സിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ്സ് ആഡ് ചെയ്യാം. സ്പാച്ചുലയോ വിസ്കോ യൂസ് ചെയ്ത് നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. ബാച്ചായിട്ട് ആഡ് ചെയ്ത് സ്ലോ ആയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. എനിക്ക് കൂടുതൽ കൺവീനിയൻറ്റ് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്പാച്ചുല വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാനാണ്. നെക്സ്റ്റ് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. ഇത് 2 ടിന്നുണ്ട്. ഒന്ന് കോമ്പൗണ്ടും ഒന്ന് ചോക്ലേറ്റും ആണ്. ചോക്ലേറ്റിന് കുറച്ച് കളർ കുറവാണ്. കോമ്പൗണ്ടിന് നല്ല ഡാർക്ക് ഷെയ്ഡാണ്. ഡാർക്ക് കളറും ഒന്ന് ലൈറ്റ് ഷെയ്ഡിലും വന്നേക്കുന്നത്. നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് ചോക്ലേറ്റിൻ്റെ ആണ്. സെയിം റേഷ്യോ തന്നെയാണ് കോമ്പൗണ്ടിനും യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ 5-inch ടിൻസാണ് എടുത്തിരിക്കുന്നത്. 180 ഡിഗ്രിയിൽ 15 to 20 മിനിറ്റ്സിനുള്ളിൽ എനിക്ക് ബേക്കായി കിട്ടും. ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് ടെമ്പറേച്ചറിനും ടൈമിനും ഒക്കെ വ്യത്യാസമുണ്ട്. സ്ക്വയർ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്ത് പുറത്തെടുക്കാം. അങ്ങനെ നമ്മുടെ 2 സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. ഡാർക്ക് കളറിൽ കാണുന്ന ഡാർക്ക് കോമ്പൗണ്ട് വെച്ചിട്ടും ലൈറ്റ് ഷെയ്ഡിൽ കാണുന്ന ചോക്ലേറ്റ് വെച്ചും ബേക്ക് ചെയ്ത കേക്കാണ്. രണ്ടും നല്ല സൂപ്പർ സോഫ്റ്റ് ആൻഡ് മോയ്സ് കേക്കാണ്. ഒരു ടോപ്പിങ്സും കൂടാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്ര ടേസ്റ്റി കേക്കാണ്. നെക്സ്റ്റ് ചോക്ലേറ്റ് സ്മൂസ് ഉണ്ടാക്കാൻ 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 50 ഗ്രാം വിപ്പിംഗ് ക്രീമുമാണ് എടുത്തിരിക്കുന്നത്. ഈ 100 ഗ്രാം ചോക്ലേറ്റിന് പകരം 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഡബിൾ ബോയിലർ മെത്തേഡ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഹീറ്റ് കൊടുത്തോ അല്ല ഓവനിൽ വെച്ചിട്ടോ നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. കേക്ക് വേണ്ടിയുള്ള സ്മൂസസിന് വേണ്ടി 1/2 കപ്പ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്തതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഗനാഷ് ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. ഈ ടൈമിൽ നമുക്ക് വേണ്ട ജലാറ്റിൻ ആഡ് ചെയ്യാം, അഗറൊക്കെ ആഡ് ചെയ്യാം. ഇതിൽ ഞാനിതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് എഗ്ലെസ് റെസിപ്പിയാണ്. ഇതിൻ്റെ തന്നെ എഗ് റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അടുത്ത് നമ്മൾ ടിന്നിലേക്ക് അറേഞ്ച് ചെയ്യാൻ പോവുക. 250 ഗ്രാമിൽ നിന്ന് 200 ഗ്രാം മാത്രമേ സ്പഞ്ച് യൂസ് ചെയ്യുന്നുള്ളൂ. ടിന്നിൽ വെച്ചതിന് ശേഷം ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെറ്റ് ചെയ്താൽ മതി. നല്ല കേക്ക് നല്ല മോയ്സ്റ്റാണ്. പ്ലെയിൻ കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ട് മാത്രം സോക്ക് ചെയ്യുക. ഇതിലേക്ക് ഇച്ചിരി കോഫി പൗഡറോ ചോക്ലേറ്റ് ആഡ് ചെയ്ത് നമുക്ക് ആ ഒരു ഫ്ലേവർ കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് സ്മൂസാണ് ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു ലെയർ നമ്മൾ ചോക്ലേറ്റ് സ്മൂസാണ് ആഡ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കും. അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് അടുത്ത ലെയർ നമ്മൾ ചെയ്യുന്നത്. ഇതൊന്ന് സെറ്റായതിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ ടോപ്പിങ്ങിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്യുക. അതിൻ്റെ ടോപ്പിങ്ങിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ആഡ് ചെയ്ത് അതിൻ്റെ ടോപ്പിങ്ങിലായിട്ട് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് ചോക്ലേറ്റ് ഗനാഷ് ടോപ്പിങ്ങിന് വേണ്ടി ഇവിടെ ഞാൻ 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടും അതുപോലെ 65 ഗ്രാം വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നട്ടെല്ലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ നട്ട്സായിട്ട് യൂസ് ചെയ്യുന്ന ഹേസൽ നട്ടാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്.
നുട്ടല്ല ചേർക്കുന്നത് ഓപ്ഷണലാണ്, നമ്മൾക്കത് സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ. ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചെറിയൊരു പീസ് ബട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റ് ഗനാഷ് നല്ല കട്ടയൊന്നുമില്ലാതെ ഒന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഗനാഷിലേക്ക് ആഡ് ചെയ്യാനുള്ള നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നട്ട്സിൻ്റെ ക്രഞ്ച് ഫീൽ നഷ്ടപ്പെടാതിരിക്കും. ഇപ്പോൾ നമ്മൾ പ്ലം കേക്കിലേക്കാണെങ്കിലും ബാറ്ററിലേക്ക് ആഡ് ചെയ്യുന്ന നട്ട്സ് ഒന്ന് ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു ക്രഞ്ച് ഫീൽ നഷ്ടപ്പെടാതിരിക്കും. ടോപ്പിൽ നമ്മൾ വയ്ക്കുന്ന നട്ട്സ് നമ്മൾ റോസ്റ്റ് ചെയ്യേണ്ട, ബാറ്ററിലേക്ക് ആഡ് ചെയ്യുന്നത് മാത്രം റോസ്റ്റ് ചെയ്തിരുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഈ നട്ട്സ് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് നമുക്ക് ഗനാഷിലേക്ക് ആഡ് ചെയ്യാം. നമുക്കൊരു സ്പാച്ചില യൂസ് ചെയ്ത് നന്നായിട്ട് അത് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്ത് നമ്മൾ സെറ്റായിരിക്കുന്ന സ്മൂസസിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറായ ചോക്ലേറ്റ് ഗനാഷ് നട്ട്സൊക്കെ ഫില്ല് ചെയ്ത് ചോക്ലേറ്റ് ഗനാഷ് പൈപ്പ് ചെയ്യുകയാണ്. അതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം അതും ഒന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ വയ്ക്കും. ഒരു 15 to 30 മിനിറ്റ്സ് നമുക്കത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് അടുത്ത ലെയറായ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണം. അതിനുവേണ്ടി 100 gram ചോക്ലേറ്റ് ആണ്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്, അതാണ് ഈ ഒരു കളർ ഷെയ്ഡ്. ഇതിന് പകരം നമുക്ക് കോമ്പൗണ്ടോ മിൽക്ക് ചോക്ലേറ്റോ മിൽക്ക് കോമ്പൗണ്ടോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ അത് മെൽറ്റ് ചെയ്ത് ഡബിൾ ബോയിൽ മെത്തേഡോ അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്ത് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് ഗനാഷിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്യാം. അതിനുശേഷം അതും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് നമുക്ക് കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഫൈനൽ സ്റ്റേജായി കൊക്കോ പൗഡറൊക്കെ ഡസ്റ്റ് ചെയ്ത് നമ്മുടെ കേക്ക് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റി ആൻഡ് സൂപ്പർ മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രീം കേക്ക് തന്നെയാണ് നമ്മളുടെ ഈ റെസിപ്പി കേക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.